പ്രവാചകനെ പറയുകയാണ്, അബൂ ഹുറൈറ, നിനക്ക് ഏറ്റവും വലിയ സമ്പന്നനാകണോ? ഏറ്റവും വലിയ സമ്പന്നനാകണോ? സഹോദരിമാര് കേട്ടോ, സഹോദരങ്ങൾ കേട്ടോ, എന്റെ ഭർത്താവ് ഏറ്റവും നല്ല ബിസിനസ്സുകാരനാകണമെന്ന് ആഗ്രഹിക്കുന്ന, ഏറ്റവും നല്ല സമ്പന്നനാകണമെന്ന് ആഗ്രഹിക്കുന്ന സഹോദരിമാര്, ഏറ്റവും നല്ല സമ്പന്നരാകാൻ, ഏറ്റവും നല്ല സമ്പന്നതയിൽ എത്തിച്ചേരാ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു ഫോർമുലയാണ്. മുറുകെ പിടിച്ചോ. ഏറ്റവും വലിയ സമ്പന്നനാകാൻ നമുക്ക് കഴിയുന്നതാണ്. എന്താണ് കാര്യമെന്നറിയോ? അബൂ ഹുറൈറയുടെ കൈപിടിച്ചിട്ട് 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ് പറയുകയാണ്, വറല്ലബിമാ ഖസമല്ലാഹു ലക, അല്ലാഹു നിനക്ക് തന്ന സമ്പത്തുണ്ടല്ലോ, ആ സമ്പത്തിനെ നീ തൃപ്തിപ്പെട്ടോ? അല്ലാഹു നിനക്ക് തന്നവരെ പറയാണോ, അതിൽ പരിപൂർണ തൃപ്തനായി നീ മാറിക്കോ. അങ്ങനെ മാറിയാലത്തെക്കൊരു അഗ്നന്നാസ്, നീ ജനങ്ങളിൽ വെച്ച് ഏറ്റവും സമ്പന്നതയുള്ളവനാണ്. ഏറ്റവും വലിയ സമ്പന്നനാകാണ് റസൂലുള്ളാഹി പറഞ്ഞത്. നീ ഉള്ളത് കൊണ്ടങ്ങ് തൃപ്തിപ്പെടലാണ്. സഹോദരങ്ങളെ, നമുക്ക് കഴിയാത്തതല്ലേ? ഇന്ന് ലക്ഷപ്രഭുക്കൾ നോക്കുന്നത് 1000 കിട്ടിയവനിലേക്കല്ല, കോടികൾ കിട്ടിയവനിലേക്കാണ്. 1000 കിട്ടിയവൻ നോക്കുന്നത് 100 കിട്ടിയവനിലേക്കല്ല. 1000 കിട്ടിയവൻ നോക്കുന്നത് ലക്ഷക്കണക്കിന് കിട്ടിയവനേക്കും കോടിപതിയിലേക്കുമാണ് നോക്കുന്നത്. സഹോദരങ്ങളെ, ജീവിതത്തിൽ എല്ലാ വാർദ്ധക്യത്തിലെത്തും. നിങ്ങൾക്കറിയുമോ, നമ്മുടെ കണ്ണ് വാർദ്ധക്യത്തിലെത്തുമ്പോൾ കണ്ണിന്റെ കാഴ്ച കുറയും. നമ്മുടെ ശ്രവണപുടങ്ങൾ വാർദ്ധക്യത്തിലെത്തുമ്പോൾ പഴയതുപോലെ കേൾക്കാൻ കഴിയില്ല. നാവ് പോലും വാർദ്ധക്യം പ്രാപിക്കും, പഴയതുപോലെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്തിനേറെ നമ്മുടെ തൊലികൾ പോലും, ശരീരത്തിന്റെ തൊലി പോലും വാർദ്ധക്യത്തിലെത്തും. വറ്റി വരണ്ട വയലേലകൾ പോലെ വിണ്ടുകീറൂലേ. സഹോദരങ്ങളെ, നിബിധങ്ങൾ പറയുമ്പോ എല്ലാ അവയവങ്ങളും വാർദ്ധക്യത്തിലെത്തിയാൽ മനുഷ്യന്റെ രണ്ട് കാര്യങ്ങൾ എന്നും യുവത്വത്തിലായിരിക്കും. ആ യുവത്വത്തിന്റെ പ്രസരിപ്പ് എന്നും ഉണ്ടാകും. ആ രണ്ട് കാര്യങ്ങളേതെന്നറിയോ? കാല് പഴയതുപോലെയല്ല, വാർദ്ധക്യം പ്രാപിച്ചു. കൈ വാർദ്ധക്യത്തിലെത്തി, പഴയതുപോലെ കാല് പൊങ്ങുന്നില്ല. ഇന്ന് നമസ്കരിക്കുന്നത് നീ കസേരയിലാണ്, ഇന്ന് ചെയറിലാണ് നിസ്കരിക്കുന്നത്. ഇന്ന് കൈ പൊങ്ങുന്നില്ല. ഒരു കൈയെടുത്തടുത്ത കൈയിലേക്ക് ഒരു ചെറിയ താങ്ങ് കൊടുത്തല്ലാതെ നിന്റെ കൈ ഉയരുന്നില്ല. നിന്റെ കൈയതാ വാർദ്ധക്യം പ്രാപിച്ചിരിക്കുകയാ. ഏതവയവമാണ് വാർദ്ധക്യം എത്താത്തത്? പക്ഷേ ആ സമയത്തും നിന്റെ ജീവിതത്തില് രണ്ട് കാര്യങ്ങൾ ഈ യുവത്വത്തിലാണ്. റസൂലുള്ളാഹി പറയുന്നതിൽ ഒന്നാമത്തെ നേരമെന്നറിയോ? ഇനിയും ഒരുപാട് നാൾ ജീവിക്കണമെന്ന ആഗ്രഹമാണ്. രണ്ടാമത്തേതോ ഒരുപാട് സമ്പത്ത് ഉണ്ടാകണമെന്ന പൂതിയാണ്. സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുമ്പോഴും നിന്റെ പറച്ചിലെന്താ? നിന്റെ സംസാരം എന്താ? മക്കളെ, കട നോക്കിയോളണേ, മക്കളെ പുരയിടം നോക്കണേ, മക്കളെ ഞാൻ നിങ്ങൾക്ക് തന്നതിനെ ശ്രദ്ധയോടെ നോക്കണേ എന്ന് പറഞ്ഞ് സമ്പത്തിന്റെ ഭാവിയുടെ സമ്പത്തിന്റെ വർധനവിനെ പറ്റിയിട്ട് ആലോചിച്ചുകൊണ്ടാ അവസാന നിമിഷം വരെയും നമ്മുടെ ജീവിതമെങ്കിൽ പ്രിയപ്പെട്ടവരെ, മനുഷ്യനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിങ്ങൾക്ക് ഏറ്റവും വലിയ സമ്പന്നനാകണോ? ഏറ്റവും വലിയ സമ്പന്നനാകണോ? എന്നാ ഉള്ളത് കൊണ്ടങ്ങ് തൃപ്തിപ്പെട്ടാ മതിയെന്നാ. സഹോദരങ്ങളെ, നിങ്ങൾ കണ്ടിട്ടില്ലേ മഹാനായ പ്രവാചകൻ, മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു അവതരിപ്പിച്ചു കൊടുത്ത തൗറാത്ത് എന്ന പടച്ചതമ്പുരാന്റെ വേദഗ്രന്ഥത്തിൽ അല്ലാഹു പറഞ്ഞതായിട്ട് കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഈ പറയാൻ പോകുന്ന കാര്യമൊന്ന് ശ്രദ്ധിക്കണേ. ഇന്ന് എന്റെയും നിങ്ങളുടെയും അവസ്ഥ ഇതാണ്. കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ തൗറാത്ത് വായിച്ചപ്പോൾ ആ തൗറാത്തിനകത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞത് അല്ലാഹു മൂസാ നബിയുടെ സമുദായത്തോട് പറയുകയാണ്, അല്ലയോ മനുഷ്യരെ, ഞാൻ നിങ്ങൾക്ക് തന്നത് നിങ്ങളങ്ങ് തൃപ്തിപ്പെട്ടാൽ, ഈ വാക്കൊന്ന് ഗൗനിച്ചു കേൾക്കണേ, ഈ വാക്കൊന്ന് ശ്രദ്ധയോടെ കേൾക്കണേ. ഇന്ന് എന്റെ അവസ്ഥ ഇതാണ്, നിങ്ങളുടെ അവസ്ഥ ഇതാണ്, മുഴുവൻ കച്ചവടക്കാരുടെ അവസ്ഥയും ഇതാണ്, മുഴുവൻ ബിസിനസ്സുകാരുടെയും അവസ്ഥ ഇതാണ്, മുഴുവൻ കച്ചവടക്കാരുടെയും സമ്പന്നന്റെയും അവസ്ഥ ഇതാണ്. അല്ലാഹുവിന്റെ തൗറാത്ത് എന്ന വേദഗ്രന്ഥത്തില് മൂസാ നബിയോട് പടച്ചതമ്പുരാൻ പറയുകയാണ്, യാ മൂസാ,
അങ്ങ് ജനതയോട് പറയണമിന് റളിയത ബിമാ ഖസംതു ലക, ഞാൻ നിങ്ങൾക്ക് തന്നത് നിങ്ങൾ അങ്ങ് തൃപ്തിപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ പെങ്ങളെ നിങ്ങൾക്ക് ടെറസിട്ട വീട്ടില് കോൺക്രീറ്റ് ഇട്ട വീട്ടിലാണ് കിടക്കാനുള്ള ഭാഗ്യം തന്നതെങ്കിൽ അൽഹംദുലില്ലാഹ് അതങ്ങ് തൃപ്തിപ്പെടണം. അതല്ലാതെ നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് ഒരു ബഹുനില കെട്ടിടമാണ്, ഒരു വലിയ ഫ്ലാറ്റാണ്, ഒരു വലിയ ഫ്ലാറ്റാണ്. അത് നിങ്ങൾ ചിന്തിക്കണ്ട, നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം വേണ്ട. നിങ്ങൾക്ക് കിടക്കാൻ ഓടിട്ട വീടാണ് അല്ലാഹു തന്നത്. അൽഹംദുലില്ലാഹ് തൃപ്തിപ്പെടണേ, തൃപ്തിപ്പെടണേ. അതല്ലാതെ മണിമാളികയിലേക്ക് നിങ്ങളെ കണ്ണുമാറൽ പോകല്ലേ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓല കെട്ടിയ വീട്ടിലാണ് കിടക്കാൻ വിധിയെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് അപ്പറേ തന്നിട്ടുള്ളൂ എന്ന് ചിന്തിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് റബ്ബ് തന്നത് കൊണ്ട് തൃപ്തിപ്പെട്ടാൽ അറഹതു ഖൽബക വ ബദനക, നിങ്ങളുടെ ഹൃദയത്തിനും നിങ്ങളുടെ ശരീരത്തിനും ഞാൻ റാഹത്ത് തരുന്നതാണ്. മനസ്സിനകത്ത് സന്തോഷമാണ്, ശരീരത്തിന് ആരോഗ്യമാണ്. കാരണമെന്തേ സമ്പത്തുണ്ടാകാൻ വേണ്ടിയിട്ട് പാതിരാത്രി ഉറക്കമൊഴിയൂല, വാരിക്കൂട്ടാനുള്ള വെപ്രാളം നിങ്ങൾക്കില്ല. എനിക്ക് എന്റെ പടച്ചവനെ തന്നതപ്പറയാണ്. അൽഹംദുലില്ലാഹ് ഈ ഒരു ചിന്തയോടെ ജീവിക്കുമ്പോ നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ മനസ്സിനും വലിയ സന്തോഷമാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, വാന്ത മഹ്മൂദുൻ ഇന്ദി, ഞാൻ നിന്നെ എന്റെ അടുക്കൽ സ്തുതിക്കപ്പെട്ടവനാണ്. ഇനി നേരെ മറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കണേ. അല്ലാഹു പറയുന്നു, വൈല്ലമ തറല ബിമാ ഖസംതു ലക, ഞാൻ നിനക്ക് തന്നത് നീ തൃപ്തിപ്പെട്ടിട്ടില്ല, ഞാൻ നിനക്ക് തന്നത് നീ തൃപ്തിപ്പെട്ടിട്ടില്ല. അതുകൊണ്ടല്ലേ പലിശയ്ക്ക് പണമെടുക്കുന്നത്, അതുകൊണ്ടല്ലേ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത്, അതുകൊണ്ടല്ലേ രാവും പകലുമില്ലാതെ ഓടി നടക്കുന്നത്. ഞാൻ നിനക്ക് തന്നതിൽ നീ തൃപ്തിപ്പെട്ടില്ല എങ്കിൽ സല്ലത്തു അലൈക ദുനിയാ, അല്ലാഹു പറയുന്നു ദുനിയാവിനെ നിനക്ക് ഞാൻ അധികാരപ്പെടുത്തുന്നതാണ്. പിന്നെ നമ്മളെ ഭരിക്കുന്ന പണമാണ്, പിന്നെ നമ്മളെ ഭരിക്കുന്നത് വീടാണ്, പിന്നെ നമ്മളെ ഭരിക്കുന്ന നമ്മുടെ സമ്പത്താണ്, പിന്നെ നമ്മളെ ഭരിക്കുന്ന നമ്മുടെ സ്വർണ്ണാഭരണമാണ്. ഇത് നമ്മളെ ഭരിക്കാൻ തുടങ്ങും, ഇത് നമ്മളെ ഭരിക്കാൻ തുടങ്ങും. ദുനിയാവിനെ അല്ലാഹു അധികാരപ്പെടുത്തുമ്പോൾ സഹോദരങ്ങളെ അല്ലാഹു പറയുന്നു, ഹത്താ തർകുല ഫീഹാ കറഖലിൽ വഹിശ് ഫിൽ ബരിയ. അല്ലാഹു പറഞ്ഞത്ര കറക്റ്റാണ്, അല്ലാഹു പറഞ്ഞത്ര കൃത്യമാണ്. അല്ലാഹു പറയുന്നു, ഹത്താ തർകുല ഫീഹാ കറഖലിൽ വഹിശ് ഫിൽ ബരിയ. കരയിലൂടെ മൃഗങ്ങൾ ഓടി നടക്കും പോലെ നിങ്ങൾ ഓടി നടക്കുമെന്നാണ്. ചില കച്ചവടക്കാരെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? ചില സമ്പന്നര് പറയൂലേ, ഉസ്താദേ പല്ല് തേച്ചിട്ട് ആഴ്ചകളായി, ബാത്റൂമിൽ പോയിട്ട് മാസങ്ങളായി, ഞാൻ വല്ലതും കഴിച്ചിട്ട് ആഴ്ചകളായി, ഒന്നുറങ്ങിയ കാലം മറന്നു ഉസ്താദേ. എന്താ പറ്റിയത്? ഒരു കട തുറക്കുമ്പോൾ അടുത്ത സ്ഥാപനത്തിൽ നിന്ന് വിളി വരികയാണ്, അവിടെ പോകും. അവിടെ ചെല്ലുമ്പോൾ അടുത്ത കടയിൽ നിന്ന് വിളി വരുന്നു, അവിടെ പോകുന്നു. ഇവിടെ ബംഗാളിയാണ്, അവിടെ മലയാളിയാണ്, അപ്പുറത്ത് നിൽക്കുന്നവരൊക്കെ കുഴപ്പക്കാരാണ്. എന്റെ കണ്ണില്ലെങ്കിൽ അവര് മോട്ടിക്കും, എന്റെ കണ്ണില്ലെങ്കിൽ അവര് കച്ചവടമോ കുഴിതോണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കരയിലൂടെ മൃഗങ്ങൾ ഓടും പോലെ ഓടുന്നില്ലേ? അല്ലാഹു പറയുകയാണ്, എന്റെ വളർമയെ തന്നെയാണ് സത്യം, എന്റെ ഉന്നതിയെ തന്നെയാണ് സത്യം. ലാ തനാലു മിൻഹാ ഇല്ലാ മാ ഖദ്ദറതു ലക, ഞാൻ നിനക്ക് നിശ്ചയിച്ചതല്ലാതെ നിനക്ക് ഒന്നും നേടാൻ പറ്റൂല. ഇനി എത്ര ഓടിയാലും അല്ലാഹു നമുക്കൊന്ന് വിധിച്ചിട്ടുണ്ട്, ഇനി എത്ര ഓടിയാലും പടച്ചോ നമുക്കൊന്ന് വിധിച്ചിട്ടുണ്ട്. അതല്ലാതെ നമുക്ക് കിട്ടൂല. ദുനിയാവ് മുഴുവനും വാരിപ്പിടിക്കാനും വെട്ടിപ്പിടിക്കാനും ഞാനും നിങ്ങളും നെട്ടോട്ടമോടുമ്പോ ഈ ദുനിയാവ് നമ്മളെ ഭരിക്കുമെന്നതിനെ പുറത്ത് ഒന്നും നമുക്ക് നേടാൻ പറ്റില്ലെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗറാത്തിലൂടെ രേഖപ്പെടുത്തിയെന്ന് മഹാനായ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു. ശരിയല്ലേ? ഒരു രാജാവിന്റെ മുമ്പിൽ ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, എനിക്കൊന്നുമില്ല, എനിക്കൊന്നുമില്ല. ആ സമയത്ത് രാജാവ് പറഞ്ഞത്, നിനക്കൊന്നുമില്ലേ? അതെനിക്കൊന്നുമില്ല. കണ്ടില്ലേ, കവള് കുഴിഞ്ഞു, കണ്ണു കുഴിഞ്ഞു, വയറൊട്ടി, എല്ലുന്തി, എനിക്കൊന്നും ഒന്നുമില്ല. ആ സമയത്ത് രാജാവ് ചോദിച്ചു, നിനക്ക് എന്താ വേണ്ടത്? നിനക്ക് എന്താ വേണ്ടത്? ആ സമയത്ത് അയാൾ പറഞ്ഞു, അത്ര എന്ത് തന്നാലും ഞാൻ ആഗ്രഹിക്കുന്നു, എന്ത് കിട്ടിയാലും എനിക്ക് വേണം.
രാജാവ് പറഞ്ഞൊരു കാര്യം ചെയ്, നിനക്ക് കുറച്ച് സ്ഥലം ഞാൻ നിനക്ക് തന്നേക്കാം. ആയിക്കോട്ടെ, എനിക്കത് തന്നെയാണ് ആഗ്രഹം. ഇന്നലെ വരെ എന്നെ ആട്ടി ഓടിച്ചവരെയും ഇന്നലെ വരെ എന്നെ തള്ളിപ്പറഞ്ഞവന്റെയും മുമ്പിൽ എനിക്ക് നിവർന്നു നിൽക്കണം, അഹങ്കാരത്തോടെ എനിക്ക് നിൽക്കണം. അതുകൊണ്ട് കുറച്ച് ഭൂമി തരാൻ പറയുന്നത്. എത്ര വേണം? അത് നിങ്ങളുടെ കാരുണ്യം പോലെ ആയിക്കോട്ടെ. രാജാവ് പറഞ്ഞൊരു കാര്യം ചെയ്യാം, നീ ഇവിടെ നിന്ന് നടക്ക്, ഇവിടെ നിന്ന് നടക്ക്. നീ നടന്ന് എവിടെ നിൽക്കുവോ അവിടം വരെ എഴുതി തന്നേക്കാം. ഓ, നമ്മളോടങ്ങാൻ അങ്ങനെ പറഞ്ഞാ പടച്ചോനെ അല്ലേ? നമ്മളെ നടക്കും, ഭാര്യ പിന്നാലെ ആഹാരമായിട്ട് ഓടും. നിൽക്കാൻ സമ്മതിക്കുവോ? ഭാര്യ നിൽക്കാൻ സമ്മതിക്കുവോ? നമുക്കിനി കാല് വേദനിച്ചിട്ട് നിൽക്കാൻ ഒരുങ്ങിയാൽ പോലും ഭാര്യ പറയും ഒരു ചുവടൂടെ അങ്ങോട്ട് വെക്കും, അത്രയും കിട്ടി അത്രയും ആയില്ലേ. അങ്ങനെ ഈ മനുഷ്യൻ നടക്കാൻ തുടങ്ങി. ഈ മനുഷ്യൻ നടന്ന് 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 കുറച്ചു ദൂരെ എത്തിയിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, ഇത്രയും എനിക്കായോ? എന്നാ പിന്നെ കുറച്ചുകൂടെ ആയിക്കോട്ടെ. വീണ്ടും നടന്നു. അങ്ങനെ നടന്ന് 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 ഈ മനുഷ്യൻ ഒരുപാട് ദൂരം, ബഹുദൂരം യാത്ര ചെയ്തിട്ട് ഇയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ണെത്താ ദൂരത്തോളം തന്റെ അധീനതയിലായി. അയാള് പിന്നെ നിൽക്കോ? ഒരൊറ്റ ഓട്ടം. അയാൾ ഓടി. അങ്ങനെ ഓടി 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 തെങ്ങും തോട്ടത്തിൽ ഇറങ്ങി, വാഴത്തോട്ടത്തിൽ കയറി, റബ്ബറും തോട്ടത്തിൽ കയറി, കവുങ്ങിൻ തോട്ടത്തിൽ കയറി, എല്ലാ സ്ഥലത്തും ഓടി 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 നിൽക്കുന്നില്ല. പട്ടാളക്കാര് കുതിരപ്പുറത്ത് പോയി. കാരണം എന്താ? അവൻ ആക്രാന്തം കൊണ്ട് ഓടുന്നതാ, എവരാണെങ്കിലോ അളക്കാൻ വേണ്ടി ഓടുന്നതാ. അങ്ങനെ ഓടി അവസാനം ഓടി ഓടി കൊട്ടാരത്തിന്റെ മറുവശത്ത് വന്ന് ഇവൻ അങ്ങനെ നിന്നു. പെട്ടെന്ന് ഈത്തപ്പന തടി വീഴുമ്പോൾ ഒരൊറ്റ വീഴ്ചയാണ് കൊട്ടാരമുറ്റത്ത്. വായിലൂടെ നുരയും പതയും വന്നു. ചെന്ന് നോക്കുമ്പോഴേക്ക് ജീവനില്ല. ഇത്രയും ഓടിയാ പിന്നെ മനുഷ്യൻ മരിച്ചു, BP കൂടിയിട്ട്. അങ്ങനെ ഈ മനുഷ്യൻ കൊട്ടാരമുറ്റത്ത് വീണങ്ങ് മരിച്ചപ്പോ ബന്ധുക്കൾ വന്നിട്ട് ചോദിച്ചു, രാജാവേ, ഇയാൾക്ക് കിട്ടുള്ളത് വേറെ ആർക്കെങ്കിലും കിട്ടുമോ? അതാ നമ്മുടെ കാര്യം. നമ്മുടെ അത്യാഗ്രഹം അങ്ങനാണ്. ഇയാൾക്ക് കിട്ടാനുള്ളത് വേറെ ആർക്കെങ്കിലും ബന്ധുക്കൾക്ക് കിട്ടുമോ? രാജാവ് പറഞ്ഞു, ഇല്ല, ഞാനും ഇയാളും തമ്മിലുള്ള ഒരു വാക്കായിരുന്നു. രാജാവ് ചോദിച്ചു, ഇനി എന്ത് ചെയ്യണം? ബന്ധുക്കൾ പറഞ്ഞു, ഇയാളെ കുഴിച്ചിടാൻ ഒരു 6 അടി മണ്ണ് കൊടുക്കി, അത്ര മതി. അങ്ങനെ കൊട്ടാരത്തിന്റെ ഏതോ ഒരു ഭാഗത്ത് മണ്ണ് കുഴിയെടുത്ത് അതിനകത്ത് അടക്കി. ഇത്രയും അയാൾ ഓടിയിട്ട് അയാൾക്ക് ഉപകരിച്ചത് എന്താണ്? 6 അടി മണ്ണ്. പല്ല് തേച്ചില്ല ഉസ്താദേ. ഓ, സമയം വേണ്ടേ തേക്കാൻ. ബാത്റൂമിൽ പോയില്ല, ഭക്ഷണം കഴിച്ചില്ല, ഉറങ്ങിയിട്ട് എത്ര നാളായി, വീട്ടിൽ പോയിട്ട് എത്ര ദിവസമായി. ഇത് തന്നെ മൃഗങ്ങളുടെയും ജോലി. മൃഗങ്ങൾ വഴിയിൽ നിന്നുകൊണ്ട് പല്ല് തേക്കുവോ? അവർ ഡ്രസ്സ് ചേഞ്ച് ചെയ്യോ? അവർ കുളിക്കുവോ? ഒന്നുമില്ല. പിന്നെ ബലമൂത്ര വിസർജനം തനിയത് നടന്നോളും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്പാദനത്തിനു വേണ്ടി ഓടി നടക്കുമ്പോൾ അള്ളാഹു പറഞ്ഞു, ഞാൻ തമ്മിൽ തൃപ്തിപ്പെടാത്തതിന്റെ പേരിലാണ്. അതുകൊണ്ട് അള്ളാഹു പറയുന്നു, നീ ദുനിയാവില് പരക്കമ്പായും ഏതുപോലെ മൃഗങ്ങൾ പോകുന്നത് പോലെ. അതുകൊണ്ട് അള്ളാഹു നമുക്ക് തരുന്നത് അങ്ങ് തൃപ്തിപ്പെട്ടാ പോരെ അല്ലേ? ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട് താത്ത യാസീന്റെ ഇടയിലാ കൊണ്ടുവെക്കുക, കാരണം പെട്ടെന്ന് അടിക്കാൻ അല്ലേ? ഇന്നിപ്പോ ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട് അടിക്കുന്ന ഇപ്പോ എന്താ സംഭവിക്കുന്നറിയോ? 10 രൂപയുടെ ടിക്കറ്റ് എടുക്കുമ്പോ 140 രൂപ അടിക്കും. അപ്പൊ ഇവൻ കരുതും, പടച്ചോനെ ഞാൻ ഭാഗ്യം ചെന്നവനാണ് എന്ന് പറഞ്ഞിട്ട് ഇവൻ അടുത്ത 100 രൂപക്ക് എടുക്കും. 1400 രൂപയ്ക്ക് ഒരു അടി. ശൈത്താന്റെ ജോലിയാണ് ഇതൊക്കെ അടുപ്പിച്ചു കൊടുക്കുക. അങ്ങനെ കുറെ അടിച്ചിട്ട് അവസാനം ഇവൻ കൊണ്ടിട്ട് എന്ത് ചെയ്യും? എല്ലാ ദിവസവും ലോട്ടറി എടുക്കും. അവസാനം ഇവന്റെ കുടുംബം കുളം തോണ്ടും അല്ലേ? ലോട്ടറി എടുത്ത് നശിച്ചുപോയ എത്രയോ ആളുകളുണ്ട്. ഒരാള് പറഞ്ഞു, 50,000 രൂപ എനിക്ക് അടിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കണക്കനുസരിച്ച് ഓർമ്മ ശരിയാണെങ്കിൽ എത്ര രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് കാണും? ഏകദേശം 2 ലക്ഷം രൂപയ്ക്ക് എടുത്ത് കാണും. 2 ലക്ഷം രൂപയ്ക്ക് എടുത്തപ്പോ എത്ര അടിച്ചു? 50,000. ഒരുമിച്ച് കിട്ടിയപ്പോ വലിയ സന്തോഷമായി. അങ്ങനെയാണല്ലോ നമ്മള്. എന്റെ പ്രിയപ്പെട്ടവരെ, അത്യാഗ്രഹം ഒന്ന് മാറ്റിവെക്കും. അള്ളാഹു നമുക്ക് തന്നു. നമുക്ക് എന്താ പ്രശ്നം? ഇപ്പോ ഏറ്റവും വലിയ കോടീശ്വരൻ, ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ, ആ കോടീശ്വരൻ തിന്നുന്നത് പോലെയല്ലേ നമ്മളും തിന്നുന്നത്? ഈ നാട്ടിലെ ചെറുമുക്കിലെ ചുമട്ടുതൊഴിലാളിയായ ഒരു സഹോദരൻ, ആ സഹോദരൻ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന രുചി തന്നെയല്ലേ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നം കഴിക്കുമ്പോഴുണ്ടാവുന്നത്? അയാളും 3 തവണ കഴിക്കുന്ന ഒരു ദിവസം, ഈ പാവപ്പെട്ടവനും 3 നേരം കഴിക്കുന്നു അല്ലേ? 4 തവണ കഴിക്കാൻ പറ്റില്ലല്ലോ.
ഉറങ്ങുമ്പോഴും സുഖം ഒരുപോലെ അല്ലേ? അല്ല, പാവപ്പെട്ടവന് സുഖം കൂടുതലാ ഉറങ്ങുമ്പോൾ. അവന് പിന്നെ നഷ്ടപ്പെടാനൊന്നുമില്ല. ഇവിടെ വലിയ പണക്കാരനാണ് വാഴ വെക്കാൻ വന്നിരിക്കുന്നതെങ്കിൽ, പണക്കാരിയാണ് വാഴ വെക്കാൻ വന്നിരിക്കുന്നതെങ്കിൽ അവരുടെ ചിന്ത എന്തായിരിക്കും? പടച്ചോനെ, അലമാരാരെങ്കിലും കുത്തിപ്പൊളിക്കോ, നാട്ടിലെ വാളുണ്ടെന്ന് കള്ളന്മാരറിഞ്ഞാൽ അവിടെ ചെല്ലും, നമ്മളൊക്കെ ഇനി വന്നതറിഞ്ഞിട്ട് എന്നും പറഞ്ഞ് ആകെ ഒരു വെപ്രാളമാണ്. നിർത്തിയിരുന്നെങ്കിൽ കൊള്ളാം, ആയത്തു ഹദീസൊക്കെ മതി ഉസ്താദെ, പെട്ടെന്നൊന്ന് പോയിട്ട് എന്ന് പറഞ്ഞിട്ട് മനസ്സിനകത്തുള്ള ചിന്ത ഇതാണ്: കള്ളം കയറുവോ എന്നുള്ള പേടി. ഒന്നും ഇല്ലാത്തവന് വീടും മലർക്കെ തുറന്നിട്ടിട്ട് വാഴ വെക്കാൻ വന്നിരിക്കുക. ഉസ്താദെ സുബൈ വരെ പറഞ്ഞോളി, ഒന്നുമില്ല അവിടെ, ആരെങ്കിലും കയറിയെങ്കിൽ കൊള്ളാമായിരുന്നു, കാരണം 10 രൂപയെങ്കിലും വെച്ചിട്ട് പോകും ചായ കുടിക്കാൻ, അല്ലേ? അതാണ് അവരുടെ ചിന്ത. ഒന്നുമില്ലാത്തവന് ടെൻഷനില്ല, ഉള്ളവനോ സമാധാനം ഇല്ല. അതുകൊണ്ട് ഒന്നുമില്ലാതിരിക്കുന്നതല്ലേ നല്ലത്. നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകണം. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടോളി. അങ്ങനെ തൃപ്തിപ്പെട്ടാൽ ആദരവായ പ്രവാചകന് പറയുകയാണ്, സ്വർഗത്തിന്റെ സുന്ദരമായ പറുദീസകളിൽ പക്ഷികളുടെ ചിറകിലേറിയിട്ട്, പക്ഷികളുടെ ചിറക് പോലുള്ള ചിറകുമായി പാറിപ്പറന്നടക്കുന്ന ഒരു വിഭാഗത്തെ സ്വർഗത്തിന്റെ പാറാവുകാരായ മാലാകമാര് കാണുകയാണ്. അല്ലാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ, ആ അനുഗ്രഹീതമായ സ്വർഗത്തിലൂടെ പാറിക്കളിച്ച് നടക്കുന്നതാരാണ്? സഹോദരങ്ങളെ, പക്ഷികളുടെ ചിറക് പോലുള്ള ചിറകുമായിട്ട് കുറെ മനുഷ്യരെ കടന്നു പോകുമെന്നാണ്. ആ സമയത്ത് സ്വർഗത്തിന്റെ പാറാവുകാരായ മാലാകമാര് അത്ഭുതത്തോടെ നോക്കുന്നു. പടച്ചവനെ, എവരെങ്ങനാ സ്വർഗത്തിൽ കടന്നത്? ഞങ്ങളെ കണ്ണുവെട്ടിച്ചവരെങ്ങനാ സ്വർഗത്തിൽ പോയത്? സ്വർഗത്തിന്റെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുന്ന ജോലിയാണ് മഹാനായ റിദ്വാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിലുള്ള മലക്കുകൾക്ക് അള്ളാഹു കൊടുത്ത ഡ്യൂട്ടി എന്താണ്? സ്വർഗത്തിൽ ഒരാളെ കടന്നു പോകാൻ പാടില്ല. സ്വർഗത്തിന്റെ വാതിൽക്കല് കാത്തു നിൽക്കുകയാണ്. സഹോദരങ്ങളെ, വിശാലമായ ഒരു മൈതാനമുണ്ട്, പേര് മഹ്ശർ എന്നാണ്. ആ മൈതാനത്തിൽ നിന്ന്, മഹ്ശറിൽ നിന്ന് ഒരു പാലമാണ് സ്വർഗത്തിലേക്കുള്ളത്. ആ പാലത്തിന്റെ അങ്ങേറ്റം സ്വർഗമാണ്. ആ പാലത്തിന്റെ അടിത്തട്ടിലോ കത്തിയാളുന്ന നരകമാണ്. മഹ്ശറിലെ വിചാരണ കഴിഞ്ഞ്, മഹ്ശറിലെ എല്ലാ വിചാരണയും കഴിഞ്ഞിട്ട് ആ പാലത്തിന്റെ മുകളിലൂടെ കയറ്റിവിടും മനുഷ്യരെ. രക്ഷപ്പെടുമെങ്കിൽ പെട്ടോടാ. ഒരു മനുഷ്യന്റെ തിന്മകൾ കാരണമായി നരകത്തിലേക്ക് ആപതിച്ചു പോകുന്നവരുണ്ട്. എന്നാ ചിലരൊരൊറ്റ ഓട്ടമാണ്, സുബ്ഹാനല്ലാഹ്. ചിലര് മിന്നൽ വേഗത്തിലാണ്, റബ്ബേ അല്ലാഹുവേ. ചിലര് പന്തയ കുതിരയുടെ വേഗത്തിലാ, ചിലര് ഓടിയെന്ന് പോകും, ചിലരോ നടന്ന് 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 സ്വർഗത്തിന്റെ അടുത്തെത്താൻ ഒരുങ്ങുമ്പോ റബ്ബേ, ആ കത്തിയാളുന്ന നരകത്തിലേക്കെന്ന് മറിഞ്ഞു വീണ് പോകുന്നതാണ്. അല്ലാഹുവേ, പന്തയ കുതിരയുടെ വേഗത്തിൽ ഓടുന്ന പടച്ചവനെ, മിന്നൽ വേഗത്തിൽ പോകുന്നവരെ ഞങ്ങളെ പെടുത്തണേ അല്ലാ. പടച്ചവരെ, ഞങ്ങൾക്ക് സിറാത്ത് പാലം മിന്നൽ വേഗത്തിൽ കടന്നു പോകാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ, ഭാഗ്യം തരണേ തമ്പുരാനെ. സഹോദരങ്ങളെ, ആ സിറാത്ത് പാലം കടന്നിട്ട് സ്വർഗ്ഗലോലുപ സ്വർഗത്തിന്റെ മുമ്പിലെത്തുമ്പോൾ പാറാവുകാര് ചോദിക്കും, നീ ആരാണ്, നീ ആരാണ് എന്ന് ചോദിച്ചിട്ടാണ് സ്വർഗത്തിലോട്ട് കയറ്റിവിടുക. അങ്ങനെ സ്വർഗത്തിന്റെ പാറാവുകാരായ മാലാഖമാരെ നോക്കി നിൽക്കുമ്പോൾ, അവര് സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ പക്ഷികളുടെ ചിറകില് പറന്നടക്കുന്ന ഒരു വിഭാഗം ആളുകളെ കാണുകയാ. മാലാഖമാർ അത്ഭുതപര തന്ത്രരായി കൊണ്ട് ഓടിയെടുക്കുകയാ. എന്നിട്ട് അവരോട് ചോദിക്കുന്നു, മന്നന്തും നിങ്ങൾ ആരാണ്, മന്നന്തും നിങ്ങൾ ആരാണ്? ആ സമയത്ത് അവർ പറയുന്നു, നഹ്നു മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ ചെറുമുക്കുകാരാണ്, ഞങ്ങൾ ചെമ്മാടുകാരാണ്, ഞങ്ങൾ കക്കാടുകാരാണ്, ഞങ്ങൾ കൊടിഞ്ഞിക്കാരാണ്, ഞങ്ങൾ മമ്പുറത്തുകാരാണ്, ഞങ്ങൾ മലപ്പുറത്തുകാരാണ്, ഞങ്ങൾ കേരളക്കാരാണ് എന്ന് പറഞ്ഞാ ഞങ്ങൾ റസൂലുള്ളാഹിന്റെ സമുദായത്തിൽ പെട്ടവരാണ്. ആ സമയത്ത് മാലാഖമാര് ചോദിക്കുകയാണ്, മാലാഖമാര് ചോദിക്കുന്നു, ഹൽ റഅയ്തുമുൽ ഹിസാബ, നിങ്ങൾ മഹ്ശറിലെ ഹിസാബ് നേരിട്ടിട്ടാണോ ഇങ്ങോട്ട് വന്നത്? അവിടുത്തെ ഇന്റർവ്യൂ കഴിഞ്ഞോ? ആ സമയത്ത് ഈ പക്ഷികളുടെ ചിറകില് പറന്ന് നടക്കുന്ന മനുഷ്യര് പറയുമത്രേ, മാ റഅയ്നാ ഹിസാബ, ഞങ്ങൾ ഹിസാബ് കണ്ടിട്ടില്ല, ഞങ്ങൾ ഒരു വിചാരണയും നേരിട്ടിട്ടില്ല. രണ്ടാമത് ചോദിക്കുന്നു, ഹൽ ജസൈതുമു സിറാത്ത, നിങ്ങൾ സിറാത്ത് പാല കടന്നിട്ടാണോ വന്നത്? ഇവര് പറയുന്നു, മാ റഅയ്നാ സിറാത്ത, ഞങ്ങൾ സിറാത്ത് പാലം കണ്ടിട്ടില്ല, ഞങ്ങൾ അങ്ങനെ ഒരു പാലം കണ്ടിട്ടില്ല. മൂന്നാമത് ചോദിക്കുന്നു, ഹൽ റഅയ്തും ജഹന്നമ, നിങ്ങൾ വരുന്ന വഴിയിൽ നരകമെങ്ങാനും കണ്ടോ? നരകത്തിലൂടെയല്ലേ, നരകത്തിന്റെ മുകളിലൂടെയല്ലേ സ്വർഗത്തിന്റെ പാത? അപ്പോൾ സ്വർഗത്തിന്റെ
അവകാശികൾ നരകമൊന്ന് കണ്ടിട്ടാണ് പോകുന്നത്. അവർക്ക് ദേഷ്യം വന്നു. ആ പക്ഷികളുടെ ചിറകിൽ പറക്കുന്ന, പക്ഷികളുടെ ചിറക് പോലുള്ള ചിറകിൽ പാറിക്കളിച്ച് നടക്കുന്ന മനുഷ്യർക്ക് ദേഷ്യം വന്നു. അവര് പറയുന്നു, ഞങ്ങളെ ഡിസ്റ്റർബ് ആക്കാതിരിക്കോ, ഞങ്ങളെ ഉപദ്രവിക്കാതിരിക്കുവോ. ആരോടായി പറയുന്നത്? സ്വർഗത്തിന്റെ കാവൽക്കാരോടാണ്. ഹിസാബില്ലാതെ സിറാത്തിലൂടെയല്ലാതെ നരകം കാണാതെ വന്ന ഒരു വിഭാഗമാണ്. ആ വിഭാഗം പറയുന്നു, ഒന്ന് പോകൂ മലക്കുകളെ, ഞങ്ങളൊന്നും കണ്ടിട്ടില്ല, ഇനി ഞങ്ങളോടൊന്ന് ചോദിക്കരുതൊന്ന് മാറിത്തരുവോ, ഞങ്ങൾ ഞങ്ങളുടെ ലോകത്തിൽ സഞ്ചരിക്കട്ടെ. അവസാനം അവർ അടിയറവ് പറയുകയാ, അവര് പരാജയപ്പെടുകയാ. അവര് ചോദിക്കുന്നു, മന്നന്തും, നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താ പ്രവർത്തനങ്ങൾ ചെയ്തത്, ഇത്രയും വലിയ ബഹുമതി നിങ്ങൾക്ക് കിട്ടാൻ, ഇത്രയും വലിയ അളമത്ത് നിങ്ങൾക്ക് കിട്ടാൻ, ഇത്രയും വലിയ സ്ഥാനമാനം നിങ്ങൾക്ക് കിട്ടാൻ, ഇത്രയും വലിയ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഈ മനുഷ്യരെ പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഞങ്ങൾ ഒറ്റക്കിരിക്കുമ്പോ റബ്ബിനെ സൂക്ഷിക്കുന്നവരാണ്. ഇവിടെ ഇരുന്ന് കള്ളാരും കുടിക്കൂല, ഇവിടെ ഇരുന്ന് ഒരു പെണ്ണിനെയും ആരും പിടിക്കൂല, ഇവിടെ ഇരുന്ന് പലിശയുടെ കണക്കാരും എഴുതൂല. എന്താ കാര്യം? ആളുകൾ നിൽക്കുകയല്ലേ, ആളുകൾ കാണുകയല്ലേ. ഇവിടെ എങ്ങനെ കള്ളു കുടിക്കും, ഇവിടെ എങ്ങനെ പെണ്ണു പിടിക്കും, ഇവിടെ എങ്ങനെ പലിശ വാങ്ങും. പക്ഷേ വീട്ടിൽ ചെന്ന് അവന്റെ ഒറ്റയ്ക്കുള്ള ജീവിതമായാൽ, അവന്റെ പ്രൈവസിയിലോട്ട് കടന്നുപോയാ, അവന്റെ സ്വകാര്യതയിലോട്ട് കടന്നുപോയാൽ അവന്റെ തനി നിറമങ്ങ് മാറുകയാണ്, അവന്റെ നിറമങ്ങ് മാറുകയാണ്. പിന്നെ അവന് താൻ തോന്നിയാണ്, ഞാൻ ധീരമായി പ്രസംഗിക്കുന്നു നിങ്ങളുടെ മുമ്പിൽ, എന്റെ സ്വകാര്യ ജീവിതം എനിക്കല്ലേ അറിയൂ, എന്നെക്കാളും എന്റെ റബ്ബിനല്ലേ അറിയൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ റബ്ബിനറിയുമല്ലോ. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാ. ഈ മനുഷ്യര് പറയുന്നു, അവര് പറയുമത്രേ, ഞങ്ങൾ ഒറ്റക്കിരിക്കുമ്പോ റബ്ബിനെ സൂക്ഷിച്ചവരാണ്. മഹാരഥന്മാരെ ദ്വാരക്കുന്നത്, പടച്ച റബ്ബേ, ഞങ്ങളുടെ പരസ്യ ജീവിതത്തെക്കാൾ നന്മയുള്ളത് ഞങ്ങളുടെ രഹസ്യ ജീവിതമാക്കണേ അല്ലാ. ഞങ്ങളുടെ പരസ്യമായ ജീവിതത്തെക്കാൾ ഞങ്ങളുടെ സ്വകാര്യ ജീവിതമാക്കണേ റബ്ബേ എന്ന് ദുആരക്കുന്നവരാണ്. സഹോദരങ്ങളെ, രണ്ടാമത് അവര് പറയുകയാണ്, അല്ലാഹു ഞങ്ങൾക്ക് തന്നത് കുറവാണെങ്കിലും ഞങ്ങൾക്കത് മതിയെന്ന് ഞങ്ങൾ പറഞ്ഞവരാ. സഹോദരങ്ങളെ, പടച്ചവൻ ഞങ്ങൾക്ക് തന്നത് കുറച്ചാണ്. കോടിപതികളാക്കിയില്ല, ലക്ഷപ്രഭുക്കളാക്കിയില്ല, ആയിരത്തിന്റെ റിയാലുകൾ കയ്യിലുള്ളവരാക്കിയില്ല. അന്നന്ന് കിട്ടുന്ന വേതനത്തിന്റെ തുക കൊണ്ട് ഞാനും എന്റെ കുടുംബവും സന്തോഷത്തോടെ കഴിയുന്നു, ബാക്കിയൊന്നുമില്ല. എങ്കിലും അൽഹംദുലില്ലാഹ് ഞങ്ങൾ തൃപ്തരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിച്ചവരെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടവരെ, നാളെ പക്ഷികളുടെ ചിറകിൽ പോലെ ചിറകുമായിട്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ നിങ്ങൾക്ക് സന്തോഷത്തോടെ കടന്നു പോകാമെന്ന് ലോകത്തിന്റെ നായക, മദീനയുടെ മണവാള നബി മുഹമ്മദ് മുസ്തഫ